നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിന്റെ ഉറവിടം കണ്ടെത്താൻ CBI തിരക്കിട്ട അന്വേഷണം നടത്തുകയാണ്. നാസിക്കിൽ നിന്നുള്ള വിദ്യാർത്ഥിക്ക് ലഭിച്ചത് യഥാർത്ഥ ചോദ്യപേപ്പർ തന്നെയാണെന്നാണ് ഇപ്പോൾ സംശയം. അറസ്റ്റിലായ വിദ്യാർത്ഥി ശുഭം കൈർനാർ ചോദ്യപേപ്പർ 15 ലക്ഷം രൂപയ്ക്ക് ഗുരുഗ്രാമിലെ ഒരു വിദ്യാർത്ഥിക്ക് വിറ്റുവെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊറിയർ വഴിയാണ് ആദ്യ ഇടപാടുകൾ നടന്നത്. അതേസമയം പുതിയ പരീക്ഷാ തീയതി ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്ന് NDA അറിയിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുമായി ചേരുന്നു. പറയൂ അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്ര എന്ന സംസ്ഥാനം ഇപ്പോൾ ഈ ചോദ്യപേപ്പർ ക്രമക്കേടിന് പിന്നിലെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷനായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് CBIയും അതുപോലെ തന്നെ രാജസ്ഥാൻ SOGയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പേപ്പർ, അതിന്റെ യഥാർത്ഥ പേപ്പർ തന്നെയാണ് നാസിക്കിലെ ശുഭം ഖൈർനാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ലഭിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് CBIയും അതുപോലെ രാജസ്ഥാൻ SOGയും എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള കാര്യമാണ് അവർ അന്വേഷണ സംഘം എല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ശുഭത്തെ ഇന്നലെ രാജസ്ഥാൻ SOG അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പൂനെയിൽ നിന്ന് കൊറിയർ വഴിയാണ് ഈ ഒരു ചോദ്യപേപ്പർ താൻ പൈസ നൽകി വാങ്ങിയപ്പോൾ എത്തിയത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കൊറിയർ ആര് അയച്ചു നൽകി, അതിന്റെ ഉറവിടം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ CBIയും അതുപോലെ രാജസ്ഥാൻ SOGയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൂനെയിലെ ട്രേസിംഗ് മനസ്സിലായാൽ മാത്രമായിരിക്കും ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ, യഥാർത്ഥ പേപ്പർ എവിടെ നിന്ന് ചോർന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ CBI വ്യക്തമാക്കുന്നുണ്ട്. ഈ ശുഭം ഖൈർനാർ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് 15 ലക്ഷം രൂപയ്ക്ക് ഗുരുഗ്രാമിലെ ഒരു വിദ്യാർത്ഥിക്ക് ഈ ചോദ്യപേപ്പർ വിറ്റു. അതും കൊറിയർ വഴിയായിരുന്നു അയച്ചത്. പിന്നീട് ഗുരുഗ്രാമിൽ നിന്നാണ് ഇത് ഹാർഡ് കോപ്പിയായും അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പിയായി മാറിയത്. പിന്നീട് വാട്സാപ്പ് ഡോക്യുമെന്റുകളായി പലയിടത്തേക്കും ബീഹാർ, കേരളം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ പ്രചരിച്ചു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി CBI എത്തിയിരിക്കുന്നു. അതായത് പിന്നീട് ഈ ഗുരുഗ്രാമിൽ വെച്ചായിരുന്നു 120 ചോദ്യങ്ങൾ ഈ ഒരു പേപ്പറിൽ നിന്നും മാതൃകാ ചോദ്യപേപ്പറാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ള കാര്യം. അത്തരത്തിൽ യഥാർത്ഥ ചോദ്യപേപ്പർ തന്നെയാണ് ചോർന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുമ്പോൾ അതിന്റെ ഉറവിടം കൂടി കണ്ടെത്തുക എന്നുള്ള കാര്യമാണ്. ഇത് സ്ഥിരീകരിക്കാൻ വേണ്ടി നടത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടി ഇപ്പോൾ എന്തായാലും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നുണ്ട്. ഇതുവരെ 180 ഉദ്യോഗാർത്ഥികളെയും 75 മാതാപിതാക്കളെയും കുട്ടികളുടെ എല്ലാം തന്നെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടിയാണ് രാജസ്ഥാൻ SOG വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ കസ്റ്റഡിയിലുള്ള 24 പേരെ, ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്ത 9 പേരെ. അറസ്റ്റ് ചെയ്ത 9 പേരിൽ ഈ സിക്കാറിൽ നിന്നുള്ള ശുഭം ഖൈർനാർ, ഒപ്പം മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന ഒരാൾ, ഇവരെ എല്ലാവരെയും CBIക്ക് കൈമാറും, കസ്റ്റഡി കൈമാറും. പിന്നീട് CBI ആയിരിക്കും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കുക. എന്തായാലും അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ചുരുൾ മുഴുവനായിട്ടും അഴിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘവും പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പഴുതടച്ച ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആലോചനകളിലേക്കും NTA കടക്കുന്നുണ്ട്. എന്തായാലും ചോദ്യപേപ്പറിന്റെ പുതിയ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി 7 ദിവസത്തിനകം തന്നെ തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം NTA വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും, ഒരു പുതിയൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കുമെന്നുള്ള കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ NTA വ്യക്തമാക്കിയിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.